കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പോളയാണ് തയ്യാറാക്കുന്നത്. ചട്നിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫില്ലിങ്ങിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂടെ മുട്ടയും കൂടി വരുമ്പോൾ പിന്നെ പറയാനില്ല, അടിപൊളിയായിട്ടുള്ള ഒരു പോള റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചട്നി തയ്യാറാക്കാനായിട്ട് 1/4 കപ്പ് തേങ്ങ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി, ഒരു പിടി മല്ലിയില, 2 പച്ചമുളക്, ഒരു 2 ടീസ്പൂൺ വരെ ചെറുനാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തരിതരിപ്പായിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ചൂടായ പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാളയും അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ വഴറ്റണം. വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ചട്നിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്താൽ മതി. സവാള നല്ല സോഫ്റ്റായി തുടങ്ങുന്ന സമയത്ത് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരിക്കുന്ന തേങ്ങാ ചട്നി ഇതിലേക്ക് ചേർക്കാം. ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ മല്ലിയിലൊന്നും ചേർക്കണ്ട, നമ്മൾ ചട്നിയിൽ മല്ലിയില ചേർത്തതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ഒരു വലിയ ജാറിലോട്ട് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ബ്രെഡ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 4 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ കൂടി ചേർക്കുന്നുണ്ട്. 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് വേണ്ടത്. കട്ടി കൂടിപ്പോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ബാറ്ററിൻ്റെ കട്ടി കൂടിയാൽ നമ്മുടെ പോളൊരു വേവാത്ത പോലെയും കുറച്ച് ഹാർഡായതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും കുറച്ച് ലൂസായിട്ട് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പോള തയ്യാറാക്കാനായിട്ട് ഇതുപോലൊരു പാത്രം വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ പകുതിയോളം ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഫില്ലിംഗ് ഒരു 1/4 ഭാഗത്തോളം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അതിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു 4-5 മുട്ട ഇതുപോലെ പുഴുങ്ങിയിട്ട് 2ആയി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേണം നമുക്കിനി വേവിക്കാനായിട്ട്. വളരെ ചെറിയ തീയിൽ വെക്കുക. എൻ്റെ ഈ ഒരു പോള വേവാനായിട്ട് 40-45 മിനിറ്റോളം സമയം എടുത്തിരുന്നു കേട്ടോ. ചിലപ്പോൾ അത്ര തന്നെ വേണമെന്ന് വരില്ല. നിങ്ങളൊരു 35 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എൻ്റെതൊരു 40-45 മിനിറ്റോളം എടുത്തിരുന്നു. അപ്പോൾ ഏകദേശം വേവാനായ സമയത്ത് ഞാനിത് തുറന്നിട്ട് മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ആദ്യമേ തന്നെ ഇട്ടാൽ മതിയായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. വീണ്ടും അടച്ച് വെക്കാം. അങ്ങനെ ഇതൊരു ഏകദേശം ഒരു 45 മിനിറ്റോളായപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് കുറച്ച് ചൂട് കുറഞ്ഞപ്പോൾ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഒരു പോളയാണ് കേട്ടോ. ഇതിൻ്റെ ഫില്ലിങ്ങിനാണ് പ്രത്യേകത. ഫില്ലിംഗ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ടയ്ക്ക് പകരം നിങ്ങൾക്കിതിൽ ചിക്കനൊക്കെ ചേർത്തിട്ടും തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്